പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ടേസ്റ്റുള്ള നല്ലൊരു മീൻകറി, മലബാർ സ്പെഷ്യൽ ചെമ്മീൻ കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഞാനിവിടെ 8 ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിനുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 3 എരിവുള്ള പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അടുത്തതായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിയുടെ നീരൊക്കെ നല്ലോണം ഈ മസാലയിലേക്ക് പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ കുടംപുളിയല്ല, വാളംപുളിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ വലിയൊരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്തി നല്ലോണം ഒന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് സ്റ്റവിൽ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെമ്മീനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിനധികം വേവില്ല. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായി ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും ചെമ്മീൻ വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് നേരമായിട്ട് വേവിച്ചാൽ ചെമ്മീൻ ഒരു റബ്ബർ പോലെയാവും. അപ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല അത് കഴിക്കാൻ. അധികം നേരമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അരയ്ക്കാൻ പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി ഒരുപാട് തിളപ്പിക്കരുത്. ചെറുതായി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കാൻ ഒരു പാനിലേക്ക് ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോൾ മീൻകറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഉള്ളി നന്നായി ഒന്ന് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിനുള്ള ഉലുവ പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മുഴുവനായിട്ടുള്ള ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആദ്യം ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉള്ളി മൂപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിനുള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ്. ഇത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഉലുവയുടെ പൊടി അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു മണം മീൻകറിക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ താളിക്കുമ്പോൾ മുളക് പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു കളറും മീൻകറിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഈ താളിച്ചിട്ടതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ മലബാർ സ്റ്റൈൽ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും അറിയിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.